ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ എന്ന ചാപ്റ്ററിലെ പാർട്ട് 5 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ അക്കോർഡിംഗ് ടു കമ്പഷൻ ലൊക്കേഷൻ, അക്കോർഡിംഗ് ടു ഡിസൈൻ, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്ട്രോക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എന്താ ഇഗ്നിഷൻ എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഒരു എൻജിൻ ഡീസലോ പെട്രോളോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പവർ കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഫ്യുവല് എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തണം, കമ്പഷൻ നടക്കുക എന്ന് പറയും, കത്തണം. അങ്ങനെ ഫ്യുവല് ഒറ്റയ്ക്ക് കത്തില്ല. ഫ്യുവല് കത്താൻ ഏറ്റവും ആവശ്യം വരുന്നതാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ്. ഫ്യുവലും ഓക്സിജനും കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഹീറ്റ് പുറത്തേക്ക് കിട്ടുകയുള്ളൂ. അതിനെയാണ് നമ്മൾ കത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓക്സിജൻ നമ്മൾ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ കയറുന്നതാണ്. നമ്മൾ ശ്വസിക്കുന്ന എയറിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻജിൻ വർക്ക് ചെയ്യാനുള്ള ഓക്സിജനും എടുക്കുന്നത്. ഒരു സാധാരണ അറ്റ്മോസ്ഫിയറിക് എയർ, നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എയറിൽ ഏകദേശം 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കി വരുന്ന ഏകദേശം 1% മറ്റെല്ലാ ഗ്യാസുകളും കൂടി ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന രണ്ട് ഗ്യാസുകൾ എന്ന് പറയുന്നത് ഓക്സിജനും നൈട്രജനുമാണ്. അതിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്, ഏകദേശം 78% ഉണ്ട്. ഓക്സിജൻ ഏകദേശം 21% ഉണ്ട്. നമുക്ക് കത്താൻ ആവശ്യമായിട്ട് വരുന്നത് ഓക്സിജൻ മാത്രമാണ്. നൈട്രജൻ എന്ന് പറയുന്നത് കത്താൻ ആവശ്യമില്ല. പക്ഷെ അതവിടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളതും നൈട്രജൻ തന്നെയാണ് എയറിൽ. പക്ഷെ നൈട്രജൻ ഒരു പ്രത്യേകതയുണ്ട്, അതൊരു ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അത് യാതൊരു വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷനിലും, അതായത് രാസപ്രവൃത്തിയിലും എന്ത് ചെയ്യില്ല, പങ്കെടുക്കുന്നില്ല. സാധാരണ അവസ്ഥയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇപ്പോൾ ആലോചിക്കുക, ഒരു സാധാരണ അവസ്ഥയിൽ നൈട്രജൻ എന്ന് പറയുന്നത് അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഓക്സിജൻ മൊത്തം പണിയെടുത്തോളം നൈട്രജൻ എന്ന് പറയുന്നത് വന്നു പോയതുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഈ എന്തിലില്ല, കമ്പഷൻ പ്രവർത്തനത്തിൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനും ഫ്യൂവലും വെറുതെ ഇരുന്നാൽ കത്തില്ല. നമ്മൾ തീ കൊടുക്കണം. നമ്മളൊരു അടുപ്പിൽ തീ കത്തിക്കുന്ന പോലെ വെച്ചാൽ നമ്മൾ വിറക് വെക്കണം, എയർ പിന്നെ അവിടെ ചുറ്റും ഉണ്ടുവാനും നമ്മൾ എന്ത് ചെയ്യും? ഒരു തീപ്പെട്ടിയോ എന്തോ ഉപയോഗിച്ച് കത്തിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്. ആ രീതിയിലാണ് നമ്മൾ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറയും. ഇഗ്നിഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, തീ കൊടുക്കുക എന്ന അർത്ഥം വരുന്നതാണ്. ഇഗ്നൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീ കൊടുക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ ഇഗ്നിഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് സ്പാർക്ക് ഇഗ്നിഷൻ. സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട്. സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആ സെക്ഷനിൽ എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ ഒന്നാമത് ചെയ്യുന്നത് ഒരു സ്പാർക്ക് ഉപയോഗിച്ചിട്ട് ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യിക്കും. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് കംപ്രഷൻ ഇഗ്നിഷൻ. കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ. നമ്മൾ കംപ്രഷൻ സ്ട്രോക്ക്, അതായത് രണ്ടാമത്തെ സ്ട്രോക്കിൽ, 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രോക്കിൽ പിസ്റ്റൺ BDC നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള വോളിയം കുറഞ്ഞു വരും. അപ്പോൾ പ്രഷർ, ഗ്യാസിൽ ഇങ്ങനെ ഞെരുങ്ങി വരികയാണല്ലോ, കാരണം ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഗ്യാസിന് പുറത്തേക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഞെരുങ്ങി നിൽക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് മാക്സിമം പ്രഷർ ഉണ്ടാവും. പ്രഷർ ഉണ്ടാവുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. പ്രഷറും ടെമ്പറേച്ചറും ഒരുപോലെയാണ്. അതായത് പ്രഷർ കൂടിയാൽ ടെമ്പറേച്ചർ ഓൾറെഡി കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചറും വളരെ ഉയർന്നുണ്ട്. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം എന്ന് പറയുന്നത് ഉയർന്ന ടെമ്പറേച്ചറും ഉയർന്ന പ്രഷറും ആയിരിക്കും. ആ ഉയർന്ന ടെമ്പറേച്ചർ കാരണം അറിയാലോ, ഒരു ഫ്യുവലിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് കത്തിക്കോളും. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ആ ഫ്യുവലിനെ കംപ്രസ് ചെയ്തപ്പോൾ ഉണ്ടായ ചൂട് കാരണം അതിനെ കത്തിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? കംപ്രഷൻ ഇഗ്നിഷൻ. കത്താനുള്ള കാരണം എന്താണ്? കംപ്രഷൻ കൊണ്ടുണ്ടായ ചൂട് കാരണമാണ് കത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് വിളിക്കും. അപ്പൊ രണ്ട് ടൈപ്പ് എഞ്ചിനായി. ഒന്ന് സ്പാർക്ക് ഇഗ്നിഷൻ, അത് നമ്മൾ SI എഞ്ചിൻ എന്ന് വിളിക്കും. പിന്നെ വരുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, അതിനെ CI എഞ്ചിൻ എന്ന് വിളിക്കും. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ SI എഞ്ചിനും CI എഞ്ചിനും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്ക് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ്റെ കമ്പഷൻ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് നോക്കാം.
അപ്പോൾ SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പെട്രോൾ ഫ്യൂവൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ്, അല്ലെങ്കിൽ ഗ്യാസും ഏകദേശം അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. തൽക്കാലം പെട്രോൾ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ് നമ്മൾ സാധാരണയായിട്ട് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയാം. ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഒരു കമ്പഷൻ ചേമ്പർ ആണെന്ന് ഇരിക്കട്ടെ. കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ കത്തുന്ന ചേമ്പർ. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്പാർക്ക് പ്ലഗ് ആണ് SI എഞ്ചിനിൽ കമ്പഷൻ അല്ലെങ്കിൽ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗ്. ഈ കാണുന്നത് കമ്പഷൻ ചേമ്പർ. നമ്മൾ CC എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കമ്പഷൻ ചേമ്പർ. കമ്പഷൻ ചേമ്പർ ഉള്ളിലുള്ള എന്താണ്, കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. അതായത് കംപ്രസ് ചെയ്തിട്ടുള്ള എയറും ഉണ്ടായിരിക്കും, ഫ്യൂവലും ഉണ്ടായിരിക്കും. ഇതാണ് ഇപ്പോൾ എന്തിലുള്ളത്, ഈ സിലിണ്ടറിനുള്ളിലുള്ളത്. നമ്മൾ ഈ സിലിണ്ടറിൽ എല്ലാ ഭാഗത്തും എയർ ഫ്യൂവൽ മിക്സ്ചർ കംപ്രസ് ചെയ്ത് നിൽക്കുകയാണ് പിസ്റ്റന്റെ അപ്വേർഡ് മോഷൻ കാരണം. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മളൊരു തീ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഭാഗത്തുള്ള ഫ്യൂവലെല്ലാം കത്തും. അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യം ഇവിടെ എത്താൻ പറ്റുള്ളൂ, ഇവിടുത്തെ കത്തും. ആ തീ കാരണം എന്ത് ചെയ്യും, ഇങ്ങനെ പടർന്ന് വരും. അപ്പോൾ ഈ ഒരു ലൈനാണ് തീയെ പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ തീയെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈനിന്റെ പുറകിലുള്ളത് ഇതിനെ നമ്മൾ ഫ്ലെയിം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഫ്രണ്ട് എന്നാണ് വിളിക്കുക. ശ്രദ്ധിച്ചത്, എൻ്റെ മൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫ്ലെയിം ഫ്രണ്ട് എന്നാണ് വിളിക്കുക. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം ഫ്രണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ തീ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഈ കമ്പഷൻ ചേമ്പറിൽ മൊത്തം എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടായിരുന്നു, ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവരെ കംപ്രസ് ചെയ്തപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ തീ കൊടുത്തു. തീ കൊടുക്കുമ്പോൾ ആദ്യം സ്പാർക്ക് പ്ലഗിന് ചുറ്റുമുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ കത്തും. അതിനുശേഷം അതിന് ചുറ്റടുത്തുള്ളത് കത്തും. അതിനുശേഷം അത് കഴിഞ്ഞ് കത്തും. അങ്ങനെയാണ് പോകുക. നമുക്കൊരു തീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു തലയ്ക്ക് ഇങ്ങനെ കത്തി വരിക. അപ്പോൾ ഇവിടുന്ന് ആ തീ കൊടുക്കുന്നെങ്കിൽ കത്തി സ്പ്രെഡ് ചെയ്ത് ഈ തല വരെ വരും. അങ്ങനെയാണ് കത്തേണ്ടത് സാധാരണയായിട്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ലൈൻ നോക്കുക. ഇപ്പൊ തീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ. ആ തീ നിൽക്കുന്ന ലൈനിനെ എന്ത് വിളിക്കും, തീ നിൽക്കുന്ന പോയിന്റ് ലൈനിനെ വിളിക്കുന്നതാണ് ഫ്ലെയിം ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അതിന്റെ ബാക്കിലെല്ലാം കത്തിക്കഴിഞ്ഞ ഗ്യാസും മുൻപിലെല്ലാം കത്താൻ പോകുന്ന ഗ്യാസ് ആയിരിക്കും. അതായത് ഇവിടെ പുകയായിരിക്കും ഉണ്ടാവുക, കാരണം കത്തിക്കഴിഞ്ഞതാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഇനി ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ ആയിരിക്കും. അപ്പൊ ഈ കത്തിക്കഴിഞ്ഞ ഗ്യാസിനെയും കത്താൻ ബാക്കിയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ലൈനിനെയാണ് വിളിക്കുന്നത് ഫ്ലെയിം ഫ്രണ്ട് എന്ന്. ഫ്ലെയിം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയാണ്. ബൗണ്ടറി പറഞ്ഞാൽ അതിർത്തിയാണ്. എന്തിന്റെ അതിർത്തി? തീ കത്തിക്കഴിഞ്ഞതിന്റെയും കത്താൻ പോകുന്നതിന്റെയും ഇടയിലുള്ള അതിർത്തിയെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം ഫ്രണ്ട്. അതിങ്ങനെ നീങ്ങി വരും. കാരണം അത് കത്തുന്നതനുസരിച്ച് ഇവിടെ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് കത്താൻ തുടങ്ങും. അപ്പോൾ ആ ലൈൻ ഇങ്ങോട്ട് നീങ്ങും, ഈ ലൈൻ ഇങ്ങോട്ട് നീങ്ങും. അങ്ങനെ കത്തിയാണ് ഈ തലവര വരേണ്ടത്. അപ്പോൾ ഫുള്ള് കത്തിക്കഴിയും. അല്ലാതെ ഒരു സെക്കൻഡ് വെച്ചിട്ട് എല്ലാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സിൽ എല്ലാം കൂടി കത്തിപ്പോവല്ല ചെയ്യുന്നത്. ആദ്യം സ്പാർക്ക് പ്ലഗിന്റെ അടുത്തുള്ള കുറച്ച് എയർ ഫ്യൂൽ മിക്സ്ചർ കത്തുന്നു. അതിനുശേഷം അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്നത്, അതിങ്ങനെ തീ ഇങ്ങനെ പടർന്ന് വരികയാണെങ്കിൽ കാട്ടുതീയൊക്കെ വരില്ലേ, ഒരു തലയ്ക്ക് തുടങ്ങും, പിന്നെ അതിങ്ങനെ പടരുന്നതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ കത്തി, ഈ പോയിന്റ് കത്തി, അപ്പോൾ ഇത് കത്തി. നമ്മൾ ഈ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു കാട് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കത്തിനൊരു ലൈൻ കാണാൻ പറ്റും, ഒരു തീയുടെ ഒരു ലൈൻ കാണാൻ പറ്റും. ആ ലൈനിന്റെ പുറകിലുള്ളത് മൊത്തം കരിയായിരിക്കും, കത്തിക്കരിഞ്ഞ മരങ്ങളായിരിക്കും കാണുക. അതിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കത്താൻ പോകുന്ന മരങ്ങളായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ലൈൻ, ഈ ഫ്ലെയിം ഫ്രണ്ട് എന്ന് പറയുന്ന ലൈനിന്റെ ബാക്കിലെല്ലാം ഓൾറെഡി കത്തിക്കഴിഞ്ഞ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഫ്ലെയിം ഫ്രണ്ടിന്റെ ഫ്രണ്ടിൽ, അതായത് മുമ്പിലേക്ക് ഇങ്ങോട്ടാണല്ലോ വരുന്നത്, മുൻപിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, കത്താൻ ഇനി ബാക്കിയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ ഫ്ലെയിം ഫ്രണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നീങ്ങി വന്നിട്ട് എല്ലാ ഫ്യൂവലിനെയും അല്ലെങ്കിൽ എല്ലാ എയർ ഫ്യൂൽ മിക്സ്ചറിനെയും കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നടക്കേണ്ട യഥാർത്ഥ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, കത്തിക്കഴിഞ്ഞാൽ ആ ഗ്യാസ് ചൂടാവും. അതായത് ഈ നിൽക്കുന്ന ഗ്യാസിന് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാവുന്നുണ്ടായിരിക്കും. അത് കത്തിക്കഴിഞ്ഞ എയർ ഫ്യൂൽ മിക്സ്ചർ ചൂടായിട്ടുണ്ടായിരിക്കും. ആ ചൂട് കാരണം അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലുതാവാൻ ശ്രമിക്കും. അറിയാമായിരിക്കുമല്ലോ, എന്ത് ഗ്യാസും
ചൂടായി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഈ ബലൂൺ നമ്മൾ എന്ത് ചെയ്യുക, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടാനുള്ള കാരണം എന്താണ്? ആ ബലൂണിന്റെ ഉള്ളിലുള്ള ഗ്യാസ് എല്ലാം ചൂടായിട്ട് അത് വലുതാവാൻ തുടങ്ങും. വലുതായിട്ട് അവസാനം ആ ബലൂൺ ഇങ്ങനെ വീർത്ത് വന്നിട്ട് ആ ബലൂൺ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ഈ കത്തിക്കഴിഞ്ഞ ഗ്യാസ്, കത്തുക എന്ന് പറഞ്ഞാൽ ചൂടായിട്ടുണ്ടാവും ഓൾറെഡി, അതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ നിൽക്കുന്ന കത്താൻ ബാക്കിയുള്ള ഗ്യാസ് എന്ത് ചെയ്യാം? കാരണം ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറുതായേ പറ്റുള്ളൂ. കാരണം ഒന്ന് വലുതാകുമ്പോൾ ഈ ഒരു ഫിക്സഡ് എമൗണ്ട് ഏരിയ മാത്രമേ ഉള്ളൂ ഈ കമ്പഷൻ ചേമ്പറിന്. കമ്പഷൻ ചേമ്പർ എന്ന് വെച്ചാൽ കത്തുന്ന ഏരിയക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കത്തിക്കഴിഞ്ഞ ഗ്യാസ് വലുതാവുമ്പോൾ കത്താൻ പോകുന്ന ഗ്യാസ് എന്ത് ചെയ്യേണ്ടി വരും? ഓട്ടോമാറ്റിക്കലി ചെറുതാവേണ്ടി വരും. ചെറുതാവുക എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യപ്പെടും. കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഷർ കൂടിയാൽ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷറും കൂടും. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പ്രഷർ ഇൻക്രീസ് ആയി വന്നു. കത്താൻ പോകുന്ന ബാക്കിയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിന്റെ പ്രഷർ ഇൻക്രീസ് ആയി വരുന്നതനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാം? ചിലപ്പോ ഈ ടെമ്പറേച്ചർ കൂടി വന്നിട്ട് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ തനിയെ അങ്ങോട്ട് കത്തും. അതിനെയാണ് നമ്മൾ ഓട്ടോ ഇഗ്നിഷൻ വിളിക്കുക. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം എന്നർത്ഥം വരുന്നതാണ്. ഓട്ടോ ഇഗ്നിഷനിൽ സ്വയം കത്തുന്നത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞത്, ഇവിടെ നിന്ന് വരുന്ന ഫ്ലെയിം ഫ്രണ്ടിന്റെ ബാക്കിലുള്ള ഗ്യാസ്, അതായത് കത്തിക്കഴിഞ്ഞ എയർ ഫ്യൂൽ മിക്സ്ചർ, അത് ഫ്ലൂ ഗ്യാസ്, പുക എന്ന് പറയാൻ വേണമെങ്കിൽ, ആ പുക എന്ത് ചെയ്യും? ചൂടുള്ള സാധനമാണ് ആ ഗ്യാസ്. പുകയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കും. ചൂടുള്ള എല്ലാ ഗ്യാസും വലുതാവും. എല്ലാ ഗ്യാസും വലുതാവുമ്പോൾ അതിന് വലുതാവാനുള്ള സ്ഥലം ഇതെടുക്കും. അപ്പൊ ഈ സ്ഥലം എന്ത് ചെയ്യും? കുറയും. കത്താൻ പോകുന്ന ഗ്യാസിന്, ഈ കത്താൻ ബാക്കിയുള്ള എയർ ഫ്യൂൽ മിക്സറിന്റെ സ്ഥലം കുറഞ്ഞു വരും. എയർ ഫ്യൂൽ മിക്സർ കത്തിക്കഴിഞ്ഞാൽ കൂടിയും വരും. അപ്പൊ ഇത് ഈ കത്താൻ പോകുന്ന എയർ ഫ്യൂൽ മിക്സർ സ്ഥലം കുറഞ്ഞു വരുന്നു, അതായത് വോളിയം കുറഞ്ഞു വരുന്നതനുസരിച്ച് കംപ്രഷൻ കൂടി വരും. കംപ്രഷൻ കൂടി അവസാനം അതിന്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ട് തനിയെ ഈ എയർ ഫ്യൂൽ മിക്സർ കത്തുന്നതിനെയാണ് ഓട്ടോ ഇഗ്നിഷൻ എന്ന് വിളിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു സെക്ഷനിൽ പഠിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ നിർത്തുകയാണ്. തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ ഒരു നോർമൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗത്ത് നിന്ന് ഫ്ലെയിം ഉണ്ടാവും. ആ ഫ്ലെയിം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒരു സർട്ടൻ ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്ത് അവസാനം കമ്പഷൻ ചേമ്പർ കംപ്ലീറ്റ് ആയിട്ട് കത്തും. അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള സഡൻ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കില്ല, പെട്ടെന്നുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതിനെയാണ് നമ്മൾ നോർമൽ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ SI എഞ്ചിനിലെ കമ്പഷൻ പ്രോസസ്സിനെ 3 ഫേസുകളായിട്ട്, 3 സെപ്പറേറ്റ് പാർട്ടുകളാക്കി തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടുകൾ തമ്മിൽ പറയത്തക്ക ഡിഫറൻസ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ കമ്പഷനിലാവുമ്പോൾ സഡൻ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. കമ്പഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ പെട്ടെന്നുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 3 ഫേസുകളും തമ്മിൽ പറയത്തക്ക ഡിഫറൻസ് ഒന്നും നമുക്ക് അനുഭവത്തിൽ വരില്ല. ടൈം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 3 ഫേസുകൾ നോക്കാം. നമുക്ക് ആ ഗ്രാഫ് അനുസരിച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ 2 ആക്സിസുകളുണ്ട്. എക്സ് ആക്സിസിൽ ക്രാങ്ക് ആംഗിൾ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കിയാൽ മതി. വൈ ആക്സിസിൽ പ്രഷറാണ്. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടി വരും, താഴത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറഞ്ഞു വരും. ഗ്രാഫൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ 2 കർവുകളുണ്ട്. ഒരു കർവ് എന്ന് പറയുന്നത് നോർമലായിട്ട് താഴെ കൂടി കടന്നു പോകുന്നത്, അതിനെ മോട്ടോർ കർവ് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നതിനെ കമ്പസ്റ്റൻ കർവ് എന്ന് വിളിക്കുന്നുണ്ട്. ഇത് മോട്ടോർ കർവ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് പഠിക്കാനുള്ളതല്ല. കമ്പസ്റ്റൻ കർവ് ആണ് ഒറിജിനലായിട്ട് കമ്പഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന കർവ്. അപ്പോൾ നമുക്ക് ആ 3 ഫേസുകളെ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. A മുതൽ B വരെയുള്ളതാണ് ഫേസ് 1, B മുതൽ C വരെയുള്ളത് ഫേസ് 2ഉം C മുതൽ D വരെയുള്ളത് ഫേസ് 3ഉമാണ്. അതിൽ ഓരോന്നിനും ഇത്ര ഡിഗ്രി ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നുണ്ടായിരിക്കും. അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുകയാണ്. തൽക്കാലം ക്രാങ്ക് ആംഗിൾ നോക്കില്ല, പ്രഷർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 1 A മുതൽ B വരെ എന്ന് പറയുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേര് ഫേസ് 1 എന്നാണ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇഗ്നിഷൻ ലാഗ് അല്ലെങ്കിൽ ഡിലേ പീരിയഡ് എന്ന് പറയുന്നു. എന്താണ് ഇഗ്നിഷൻ ലാഗും ഡിലേ പീരിയഡും എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പാർക്ക് പ്ലഗ് കൊടുക്കുമ്പോഴാണ് കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ സ്പാർക്ക് കൊടുത്ത ഉടനെ തന്നെ സിലിണ്ടറിന്റെ ഉള്ളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. നോക്കിയാൽ അറിയാം. ഈ മോട്ടോർ കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഞാൻ പറയാം.
നമ്മൾ എന്താ ചെയ്യുന്നത്? സിലിണ്ടറിനുള്ളിൽ എയർ ഫ്യൂൽ മിക്സർ ഉണ്ട്, അതിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല എന്നിരിക്കട്ടെ. സ്പാർക്ക് പ്ലഗ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനെ കംപ്രസ് ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു, അപ്പോൾ അതിനെ കംപ്രസ് ആയി വരികയാണ്. ഈ കർവാണല്ലോ, പ്രഷർ കൂടി കൂടി വരുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. പ്രഷർ കൂടി 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 വന്നിട്ട് പിസ്റ്റൺ TDC എത്തുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൂടും. പിന്നെ എന്ത് സംഭവിക്കുക? പിസ്റ്റൺ വീണ്ടും താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വരുമ്പോൾ വീണ്ടും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് ഇല്ലാതെ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യാത്തൊരവസ്ഥയിൽ സിലിണ്ടറിനുള്ളിലെ പ്രഷർ എങ്ങനെയായിരിക്കുമോ അതാണ് നമ്മൾ ഈ മോട്ടോർ കർവിൽ കാണിക്കുന്നത്. അതിന് സംഭവിക്കുക, പ്രഷർ കൂടി വരും. ഏതുവരെ കൂടും? പിസ്റ്റൺ TDC എത്തുന്നത് വരെ പ്രഷർ കൂടി വരും. TDC കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ മോട്ടോർ കർവും കമ്പഷൻ കർവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ A മുതൽ B വരെയുള്ള ഭാഗത്ത് മോട്ടോർ കർവും കമ്പഷൻ കർവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എന്ന് വെച്ചാൽ അവിടെ തീ കത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം കത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരണ്ടേ? ഒരു മാറ്റവും ഇല്ല. നമ്മൾ സ്പാർക്ക് Aയിൽ കൊടുത്തു, B വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സിലിണ്ടറിന്റെ നോർമൽ, അതായത് കത്തിയാലും ഇല്ലെങ്കിലും എങ്ങനെ ഇരിക്കുമോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ Aയിൽ സ്പാർക്ക് കൊടുത്തു, പക്ഷെ B എത്തുന്നത് വരെ സിലിണ്ടറിന്റെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ മോട്ടോർ കർവും കമ്പഷൻ കർവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, സിംഗിൾ ലൈനേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് അല്ലെങ്കിൽ ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. കാരണം അത്രയും സമയത്ത് നമ്മൾ ഇഗ്നിഷൻ കൊണ്ട് യാതൊരു വിധത്തിലുള്ള മാറ്റവും ആ സിലിണ്ടറിൽ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഡിലേ പീരീഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഫ്യൂവൽ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഏരിയ ആണെന്ന് ഇരിക്കട്ടെ. ഒരു ഭാഗത്ത് ചെറിയൊരു തീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം നമുക്ക് മറ്റേ ഭാഗത്ത് അറിയാൻ പറ്റിയെന്ന് വരുമോ? ഇല്ല. കാരണം അതിങ്ങനെ കത്തി വരണം. കുറച്ച് കത്തി കഴിയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഡിഫറൻസ് അറിയുള്ളൂ. നമ്മൾ ചെറിയ തീ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തീ കൊണ്ട് നമ്മുടെ റൂം ചൂടാവുമോ? ചൂടാവുന്നില്ല. നമ്മുടെ റൂമിന് ഒരു മാറ്റം വരില്ല. പക്ഷെ ആ തീ കുറച്ച് പടർന്ന് ഒരു ഭാഗം മൊത്തം കത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അതിന്റെ ചൂട് നമുക്ക് വരാൻ തുടങ്ങും. അപ്പോഴേ നമ്മൾ അതിനെപ്പറ്റി അറിയുള്ളൂ. അതുവരെ നമുക്ക് അവിടെ തീ കത്തിയിട്ടുണ്ട് എന്ന് തന്നെ അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പോയിന്റിൽ സ്പാർക്ക് കൊടുത്ത അപ്പം തന്നെ എന്ത് ചെയ്യില്ല, സിലിണ്ടറിന്റെ ഉള്ളിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കത്തണം, അതായത് കുറച്ച് ഫ്യൂവൽ കത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രഷർ ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ കുറച്ച് ഫ്യൂവൽ കത്താനുള്ള ആ സമയമാണ് എന്ത്, ഇഗ്നിഷൻ ഡിലേ അല്ലെങ്കിൽ ഇഗ്നിഷൻ ലാഗ് അല്ലെങ്കിൽ ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിലേ പീരീഡ് എന്തിനെയൊക്കെ ബാധിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് 3-4 കാര്യങ്ങൾ ബാധിക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ടൈപ്പ് ഓഫ് ഫ്യൂവൽ ആണ്. ചില ഫ്യൂവൽ പെട്ടെന്ന് കത്തും, ചില ഫ്യൂവൽ പതുക്കെ കത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കത്തുന്നതാണെങ്കിൽ പെട്ടെന്ന് ഡിലേ പീരീഡ് കുറവായിരിക്കും. വളരെ പതുക്കെ കത്തുന്ന ഫ്യൂവൽ ആണെങ്കിൽ ഡിലേ പീരീഡ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് മിക്സ്ചർ റേഷ്യോ. അത് ആ ഫ്യൂവലിന്റെയും എയറിന്റെയും അളവാണ് മിക്സ്ചർ റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഫ്യൂവലും കുറച്ച് എയറും കൊടുത്താൽ കത്താൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഫ്യൂവലും ഒരുപാട് എയർ കൊടുത്താലും കത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു റേഷ്യോ വേണം. അതായത് ഫ്യൂവലും എയറും കറക്റ്റ് അളവിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാക്സിമം കത്തുള്ളൂ, പെട്ടെന്ന് കത്തുള്ളൂ. എയർ ഫ്യൂവൽ മിക്സറിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ മിക്സ്ചർ റേഷ്യോ അനുസരിച്ചിട്ടും എന്ത് ചെയ്യും, ഡിലേ പീരീഡ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്നതാണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്നാൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. അത് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ ഉള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചൂടായിരിക്കുന്ന ഒരു ഗ്യാസ് ആണെങ്കിൽ പെട്ടെന്ന് കത്തും, തണുത്തിരിക്കുന്ന ഗ്യാസ് കത്താൻ വൈകും. അത് നമുക്ക് ആലോചിച്ച് തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ഈ ഡിലേ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രഷർ വരുന്നുണ്ട്, ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചറും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിലേ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് സിലിണ്ടറിനുള്ളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, പ്രഷറിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ആ പ്രഷർ ഡിഫറൻസ് ഇല്ലാതിരിക്കുന്ന ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇഗ്നിഷൻ ലാഗ് എന്ന് പറയാം. ലാഗ് എന്ന് പറഞ്ഞാൽ വൈകൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഗ്നിഷൻ വൈകിയ പോലെ നമുക്ക് തോന്നും. ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പറയത്തക്ക വ്യത്യാസമൊന്നും സിലിണ്ടറിനുള്ളിൽ വന്നില്ല. അതിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? മോട്ടോർ കർവും കമ്പഷൻ കർവും തമ്മിൽ എന്തുണ്ടാവില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതാണ് A മുതൽ B വരെയുള്ള ഭാഗം. അതിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഡിലേ പീരീഡ് എന്ന് വിളിക്കുന്നത്. അതിനെ എന്തൊക്കെ
അടിസ്ഥാനമായിട്ടിരിക്കും? ഒന്ന് ടൈപ്പ് ഓഫ് ഫ്യൂവലിനനുസരിച്ചിരിക്കുന്നുണ്ട്. മിക്സ്ചർ റേഷ്യോ, എയറിൻ്റെ ഫ്യൂവലിൻ്റെ അളവ് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതായത് തുടക്കത്തിലുണ്ടാകുന്ന ടെമ്പറേച്ചർ, എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ, അത് കത്താൻ പോകുന്നതിന് മുമ്പുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ സിലിണ്ടറിനുള്ളിലെ പ്രഷർ, പിന്നെ ഈ പറഞ്ഞ സ്പാർക്ക് പ്ലഗിൻ്റെ ഇൻറ്റൻസിറ്റി. നല്ല ഹൈ ടെമ്പറേച്ചർ സ്പാർക്ക് പ്ലഗിൽ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് മാറ്റം വരാം. നല്ല കൂടിയ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് കത്തും. വളരെ കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്താൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ലാഗ് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഫേസ് 1 കുറിച്ച് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇഗ്നിഷൻ ലാഗ് അല്ലെങ്കിൽ ഡിലേ പീരീഡ്. ഫേസ് 2 എന്ന് പറയുന്നത് ബി മുതൽ സി വരെയുള്ള ആ സെക്ഷനെ വിളിക്കുന്ന പേരാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ഈ ഗ്രാഫ് നോക്കി തന്നെ മനസ്സിലാവും. മോട്ടോർ കർവും കമ്പഷൻ കർവും തമ്മിൽ വേർപിരിഞ്ഞു. ഒന്ന് താഴെ കൂടി പോയി, ഒന്ന് വളരെ മുകളിലേക്ക് പോയി. ആ ബി മുതൽ സി വരെയുള്ള സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് നോക്കിയാൽ ഈ പ്രഷർ കണ്ടില്ലേ, പ്രഷർ വല്ലാതെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം ഉണ്ടാക്കിയത്? നേരത്തെ പറഞ്ഞു നമ്മൾ എയിൽ സ്പാർക്ക് കൊടുത്തു, ബി വരെ എന്ത് സംഭവിച്ചത്? പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? തീ സ്പ്രെഡായി വരുന്നേ ഉള്ളൂ. പക്ഷെ തീ ഒന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ ഒരു ആളി കത്തലാണ്. പെട്ടെന്ന് എല്ലാം കൂടെ ചേർന്നിട്ട് കത്തും. അപ്പൊ പെട്ടെന്ന് എല്ലാം കൂടെ കത്തുമ്പോൾ പെട്ടെന്ന് പ്രഷർ ഇൻക്രീസ് ആവും, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. അപ്പൊ അതാണ് ഈ റാപ്പിഡ് കമ്പഷൻ ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തീ ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള കത്തലാണ്, എല്ലാം കൂടെ ആളി പിടിച്ചാൽ കത്തും. അപ്പോൾ പ്രഷർ അതേപോലെ തന്നെ പെട്ടെന്ന് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റാപ്പിഡ് കമ്പഷൻ ഫേസ് എന്ന് വിളിക്കുന്നത്. അതായത് പെട്ടെന്നുള്ള കത്തുന്ന ഫേസ്. റാപ്പിഡ് എന്ന അർത്ഥം പെട്ടെന്ന് എന്ന അർത്ഥം വരുന്നതാണ്. വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതിനാണ് റാപ്പിഡ് എന്ന് പറയുക. അപ്പോൾ ഇത്രയോട് സംഭവിക്കുന്നുള്ളൂ. എന്ത് സംഭവിക്കുക? മോട്ടോർ കർവും കമ്പഷൻ കർവും വേർപിരിയും. എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും പെട്ടെന്നുള്ള ഒരുപാട് എയർ ഫ്യൂവൽ ഒരുമിച്ച് കത്തുന്നത് കൊണ്ട് പ്രഷർ വളരെ പെട്ടെന്ന് ഉയർന്ന നിലയിലേക്ക് എത്തും, ടെമ്പറേച്ചറും അതിനനുസരിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തും. ആ ഒരു ഫേസിനെ വിളിക്കുന്ന പേരാണ് റാപ്പിഡ് കമ്പഷൻ ഫേസ്. അത് ഏതുപോലെയാണ്? ബി മുതൽ സി വരെ. ബി എന്ന് പറഞ്ഞാൽ മോട്ടോർ കർവും കമ്പഷൻ കർവും വേർപിരിയുന്ന പോയിന്റ്. സി എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷർ എത്തുന്ന പോയിന്റ്. ഇതാണ് നമുക്ക് റാപ്പിഡ് കമ്പഷൻ ഫേസിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നേരത്തെ കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരുപാട് ഫ്യൂവൽ ഒരുമിച്ച് പെട്ടെന്ന് അവർ കത്തിപ്പിടിക്കും. കത്തി ആളിപ്പടരുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആളിപ്പടരുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രഷർ വളരെ പെട്ടെന്ന് ഉയരുകയും ഏറ്റവും മാക്സിമം എത്തുകയും ചെയ്യും. അപ്പോൾ ആ പ്രഷർ ചേഞ്ച് ആവുന്നത് മുതൽ മാക്സിമം എത്തുന്നത് വരെയുള്ള ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് റാപ്പിഡ് കമ്പഷൻ ഫേസ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത് വരുന്ന ഫേസ് ആണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ എന്ത് സംഭവിച്ചു? മാക്സിമം എയർ ഫ്യൂൽ മിക്സർ ആളിക്കത്തി, സിലിണ്ടറിനുള്ളിൽ തീ പടർന്നു കഴിഞ്ഞു മൊത്തത്തിൽ. പക്ഷെ ഇങ്ങനെ ആളിക്കത്തുമ്പോൾ നമുക്ക് അറിയാമായിരിക്കും, നമുക്കൊരു പെട്ടെന്നൊരു സാധനം ആളിക്കത്തി കഴിഞ്ഞാൽ കുറച്ച് ഫ്യൂലൊക്കെ ബാക്കി വരും കത്താതെ. ഒരു 5-6 പേപ്പറിൽ കുറച്ച് പെട്ടെന്ന് ആളി കത്തിക്കഴിഞ്ഞാലേ കത്താതെ കുറച്ച് പേപ്പറിന്റെ പീസുകൾക്ക് അവിടെയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ഏകദേശം 25% എയർ ഫ്യൂൽ മിക്സർ കത്താതെ ബാക്കി ഉണ്ടായിരിക്കും. അതിങ്ങനെ പല ഭാഗത്ത് കിടക്കുകയായിരിക്കും. ഇപ്പോൾ എല്ലാം ആളി കത്തി കഴിഞ്ഞപ്പോൾ പ്രഷറൊക്കെ ഇൻക്രീസ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്തു? ഇനി കത്താൻ ബാക്കിയുള്ളതൊക്കെ കത്തുന്ന ആ സമയത്തിന് വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയാം. മാക്സിമം പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു 25% എയർ ഫ്യൂൽ മിക്സർ അവിടെ എവിടെയൊക്കെ ആയിട്ട് കത്തും. സിലിണ്ടറിന്റെ പല ഭാഗത്തായി കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യും? അതിന്റെ പൊസിഷനിൽ തന്നെ കിടന്ന് കത്തും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? മാക്സിമം പ്രഷറിലെത്തി, ഇനി കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കി വരുന്ന എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടറിനുള്ളിൽ കിടന്ന് കത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെ അറിയാം? നമ്മൾ സിലിണ്ടർ വാളിലേക്ക് എത്തിക്കഴിഞ്ഞു, അത് തലയ്ക്കുന്ന് നമ്മൾ ആക്കി, അതായത് ഇവിടുന്ന് നമ്മൾ കത്തിച്ചു, ഏകദേശം ഇങ്ങനെ കത്തി ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രഷറിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അതിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് എന്ന് വിളിക്കുക. പക്ഷെ പിന്നെ ഒരു ആളി കത്തില്ല, പെട്ടെന്ന് ഇവിടേക്ക് എത്തും. ഇവിടെ ഉണ്ടാകുന്ന തീ ഒരു സെക്കൻഡ്, ഒരു ഇൻസ്റ്റന്റ് തന്നെ ഇവിടേക്ക് എത്തും. അതിനെയാണ് നമ്മൾ റാപ്പിഡ് കമ്പഷൻ ഫേസ് എന്ന് വിളിക്കുക. എവിടെ എത്തി? സിലിണ്ടർ വാളിലേക്ക് എത്തി ഈ തീ. പക്ഷെ ഇങ്ങനെ ആളി കത്തുമ്പോൾ ഇടയ്ക്കത്ത് എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്യൂവല് അവിടെയൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും. ആ ഫ്യൂവൽ കത്തുന്നതിനെയാണ് നമ്മൾ ആഫ്റ്റർ ബേണിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ 3 ഫേസസ് ഓഫ് കമ്പഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ നോട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഗ്നിഷൻ ലാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ഒക്കറൻസ് ഓഫ് സ്പാർക്ക് ആൻഡ് ഡീവിയേഷൻ ഓഫ് കമ്പഷൻ കർവ് ഫ്രം മോട്ടോർ കർവ്. ദ ഡിലേ പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ, മിക്സ്ചർ റേഷ്യോ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ദ മിക്സ്ചർ, സ്പാർക്ക് ഇന്റൻസിറ്റി അറ്റ് പ്ലഗ്.
രണ്ടാമത്തെ phase ആണ് റാപ്പിഡ് കമ്പഷൻ phase എന്ന് പറയുന്നത്. The air fuel mixture starts to burn rapidly, increasing the pressure and temperature to a maximum value. When the combustion curve deviates from motor curve and lasts until maximum pressure is reached. എപ്പോഴാണ് തുടങ്ങുക? കമ്പഷൻ കർവ് മോട്ടോർ കർവ് ഡീവിയേറ്റ് ചെയ്യുന്നത്, വേർതിരിയുന്നത് മുതൽ ഏറ്റവും പ്രഷർ എത്തുന്നത് വരെയുള്ള ആ പോയിന്റിനെ വിളിക്കുന്ന, ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് റാപ്പിഡ് കമ്പഷൻ ഫേസ്. അങ്ങനെ റാപ്പിഡായി കത്തിക്കഴിയുമ്പോൾ ബാക്കി വരുന്ന ഒരു 25% എയർ ഫ്യൂൽ മിക്സർ കത്തുന്നതിനെയാണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ 3 phases ഓഫ് കമ്പഷൻ പ്രോസസ് ഇൻ SI എഞ്ചിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സംശയത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ തീർക്കുക. വളരെ സിമ്പിളാണ്. സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സ്പാർക്ക് കൊടുത്തു. സ്പാർക്ക് കൊടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ തലയ്ക്കൊന്ന് ഇങ്ങനെ കത്തി കത്തി വരും. ആ കത്തുന്നത് പക്ഷേ ഇവിടെയൊന്നും അറിയാനേ പോകുന്നില്ല, കാരണം വളരെ ചെറിയ തീയല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കത്തുന്നത് ഇവിടെ അറിയുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഇഗ്നിഷൻ ലാഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു ആളിക്കത്തലാണ്. പിന്നെ പടർന്ന് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എയർ ഫ്യൂൽ മിക്സർ കൊണ്ട് ആളിക്കത്തും. ഇവിടെ ഉണ്ടാകുന്ന തീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അതിനെയാണ് നമ്മൾ റാപ്പിഡ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആളി കത്തുമ്പോൾ ബാക്കി വരുന്ന ഫ്യൂവല് എന്ത് ചെയ്യും? അതിന് ശേഷം കത്തും. അതിനെയാണ് നമ്മൾ ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 phases ഓഫ് കമ്പഷൻ പ്രോസസ് ഇൻ SI എഞ്ചിൻ എന്ന് പറയുന്നത്.